ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എന്നോട് ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് മറുപടി പറഞ്ഞ ഫാമിലിയുമായിട്ട് ഞാൻ ചെന്നിരിക്കുന്നത് നമ്മുടെ നല്ലളം AUP സ്കൂളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഹിന്ദു ഏകതാ സമ്മേളനം പരിപാടി ഉണ്ടായിരുന്നു. തുടക്കത്തിലേ നമ്മുടെ ഭജനയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബോറൻ പരിപാടിയായിരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗവും ഒക്കെ ആയപ്പം നമുക്ക് ഏകദേശം പരിപാടിയുടെ മട്ട് മനസ്സിലായി. ഭഗവത്ഗീതയോടുകൂടി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡാൻസായിട്ട് രംഗപൂജ ആയിരുന്നു. അതും കൊള്ളാം. ആളുകളെ പിടിച്ചിരുത്താൻ ഉള്ള എന്തോ ഒന്ന് ആ ഡാൻസിനുണ്ട്. അതിനുശേഷം ആരംഭിച്ചത് നല്ല ഒരു നാടൻ പാട്ട് തന്നെയാണ്. ഒരുപോലുള്ള ഡ്രസ് കോഡുകൾ അണിഞ്ഞ് ചേച്ചിമാർ പാടിയത്. 2 കൊച്ചു മിടുക്കികളുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു അടുത്തത്. കാളി താണ്ഡവം എന്നുള്ള പോലെ ഒരു തീമായിരുന്നു അത്. 2 പേരും ഒന്നിനൊന്ന് നന്നായി കളിച്ചു. ഒരു വ്യത്യസ്ത തരം പരിപാടിയായിരുന്നു അടുത്തത്. കൃഷ്ണ കുചേല സൗഹൃദം വെളിപ്പെടുത്തിയ ഒരു ആക്ടിംഗ് ആയിരുന്നു അത്. എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേജിലായിരിക്കെ ആൾക്കൂട്ടത്തിൽ നടന്നു വന്ന കുചേലനെ ആരും ശ്രദ്ധിച്ചില്ല. ആ ഒരു തീമും പുതുമ ഏറിയതായിരുന്നു. പിന്നീട് അവിടുന്ന് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഒരേപോലുള്ള ഡ്രസ്സുകൾ ധരിച്ച് ഒരേപോലുള്ള നൃത്തച്ചുവടുകളുമായി നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസ് ആയിരുന്നു. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം ഡാൻസുകൾ തന്നെയായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ ഡാൻസ് മാത്രമായിരുന്നില്ല, തിരുവാതിര കൂടി ഉൾപ്പെട്ടതായിരുന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് തിരുവാതിരയായിരുന്നു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപം തന്നെയാണ് തിരുവാതിര. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായുള്ള ഒരു കലാരൂപമായിരുന്നു വില്ലടിച്ചാൻ പാട്ട്. ഇതെന്താണെന്ന് ആദ്യം പറഞ്ഞിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാട്ടും അവരുടെ ആക്റ്റും കണ്ടപ്പോഴാണ് സംഭവം എനിക്ക് പിടികിട്ടിയത്. ആ കൊച്ചുകുട്ടികളുടെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനനുസരിച്ച പാട്ടും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയുമില്ലാത്ത ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ കളിക്കുന്ന ഡാൻസാണ്. നല്ല തീമും അതിനനുസരിച്ച നൃത്ത ചുവടുകളും. ഒരു പരിപാടി പോലും അതിൽ മോശമെന്ന് മുദ്ര കുത്താൻ എനിക്കാവില്ല. കാരണം ഞാൻ എല്ലാ പരിപാടിയും കണ്ടിരുന്നത് നന്നായി